ഗൈസ് ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ ദിവസത്തെ തിരക്കിനൊക്കെ ശേഷം ഫ്രീ ആയിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. ഞാൻ 2 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. വീട്ടിൽ ഒരു ദിവസം നിന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സിസ്റ്ററിൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ മക്കൾക്ക് സ്കൂളും മദ്രസയൊക്കെ ഉള്ളത് കൊണ്ടിട്ട് അവർക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. എങ്ങോട്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. മാത്രമല്ല സീമാസിൽ സെയിൽ നടക്കുന്നുണ്ടെന്ന് കേട്ടിട്ടു. അപ്പോൾ മെറ്റീരിയൽസിനൊക്കെ 50% സെയിൽ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പം മെറ്റീരിയൽസൊക്കെ ഒന്ന് നോക്കാൻ പോകണമെന്നുണ്ട്. നമ്മുടെ പേജിലേക്ക് കുറച്ച് സാമ്പിൾസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിലോ, അതാണ് മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം. നമ്മളത് മാത്രമല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എത്രമാത്രം ഞാൻ വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇത് മാത്രമല്ല ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കാനാണ് എൻ്റെ പരിപാടി. എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യും. ഫാൻ ഇടണോ? അപ്പോൾ നമ്മൾ എണീറ്റിട്ടുള്ളൂ. ഇനി ചായയൊക്കെ കുടിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് പോണേന്നൊന്നും ഒരു പ്ലാനില്ല കേട്ടോ. നമ്മൾ പറ്റുന്ന പോലെ. ഒന്നാമത് നല്ല മഴയാണ്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പറ്റുന്ന പോലെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ട്രൈ ആണ്. ബുവ പോണോ? ആളാണെങ്കിലും കുറേ ദിവസമായിട്ട് ഇങ്ങനെ അടച്ച് പൂട്ടി നമ്മൾ ഇട്ടേക്കുന്നു നമ്മുടെ തിരക്കൊക്കെ കാരണമുണ്ട്. അപ്പം ഇവരെ ഒന്ന് പുറത്തിറക്കൽ, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. സൺഡേ ആയതുകൊണ്ട് എല്ലാം സ്ലോ ആയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ എണീറ്റതും കുറച്ച് വൈകിയാണ്. സൺഡേ ആയതുകൊണ്ടല്ല, കുറച്ചധികം ദിവസമായിട്ട് നമുക്ക് ഉറക്കമൊന്നും മര്യാദക്കുണ്ടായിരുന്നില്ല കേട്ടോ. വർക്കിൻ്റെ തിരക്കൊക്കെ കാരണം കൊണ്ട് ഉറക്കമൊക്കെ കണക്കായിരുന്നു. ഇന്നും അങ്ങനെ ഒരുപാട് നേരമൊന്നും കിടന്നുറങ്ങിയതൊന്നും പറയാൻ പറ്റില്ല. കാരണം ആളെ ഫീഡ് ചെയ്യണോണ്ട് ഉറക്കമൊക്കെ കണക്കാണ്. എന്നാലും കുറച്ച് നേരം ഒന്ന് റിലാക്സ്ഡ് ആയിട്ടൊക്കെ കിടന്നു. സമാധാനത്തിലാണ് കേട്ടോ എണീറ്റ് വന്നത്. അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. നല്ല ടൈം എടുക്കണ ഒരു പരിപാടിയാണ് കേട്ടോ. അതാ ഇപ്പം നടക്കണത്. കഴിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക്. കുറേ ടൈം നമ്മളിങ്ങനെ പുറകെ നടന്ന് എന്തെങ്കിലും കഴിച്ചു, അത്രയേ ഉള്ളൂ. കഴിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയിട്ട് വേണം കേട്ടോ ഇനി എൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോവുക എന്നുള്ളൊരു പ്ലാൻ പെട്ടെന്നുണ്ടായതാണ് കേട്ടോ. അതുകൊണ്ട് അവൻ്റെ നല്ല ഒരുപാട് ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉള്ളയിൽ നല്ലത് നോക്കിയോ ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഉച്ച കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്, ഫുഡ് കഴിച്ചിട്ട്. കാരണം ഇവനെ കൊണ്ട് പോയി പുറത്ത് പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഫുഡ് കഴിക്കലൊക്കെ കണക്കായിരിക്കും. അപ്പം സമാധാനത്തിൽ ഇവനെ ഫുഡൊക്കെ കൊടുത്തിട്ട് പോവുകയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവും. അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡാക്കിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. പൂരിയും കടലക്കറിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. സാക്കി വാപ്പീനെ കണ്ടിട്ട് 2 ദിവസമായിട്ട് ഞാൻ ഫാദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വാപ്പിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചെടുത്ത് സാക്കി. അങ്ങനെ പിന്നെ ബാക്കിയുള്ള ക്ലിപ്സൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങളുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. ഇക്കാകാനെ നോക്കി നിൽക്കണതാണ് കേട്ടോ. അപ്പോൾ ആളപ്പോഴത്തേനും വന്നു. മഴയൊക്കെ ആയതുകൊണ്ട് വലിയ വണ്ടി ആയിട്ടാണ് കേട്ടോ വന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30 ആകുമ്പോഴേക്കും വേഗം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നമ്മൾ പോയപ്പോൾ 2:30-3 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വലിയ പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം, അത്രയൊക്കെയല്ലേ ഉള്ളൂ. അതുകൊണ്ടിട്ട് അപ്പോൾ ഞങ്ങളാക്കിയിട്ട് പിന്നെ ഇക്കാക വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ പിന്നെ ഇവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ സാക്കി വാപ്പിയുടെ മോനാണ് കേട്ടോ. വാപ്പിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെയും വേണ്ട. അങ്ങനെ ഞാനൊരു കാർഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫാദേഴ്സ് ഡേ ആയിട്ട് ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ എൻ്റെ ഒരു വട്ട്. അപ്പോൾ സാക്കിനെ കൊണ്ട് കൊടുപ്പിക്കാമെന്ന് കോർത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഒരു റിയാക്ഷനോ ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ഉണ്ടായത്. പ്രത്യേകിച്ച് റിയാക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ കുറച്ചധികം നാളായല്ലോ കാണുന്നത് ആൾ. അതുകൊണ്ട് എനിക്കത് വലിയ ഇതൊന്നും ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോക്കൂ കേട്ടോ. ഇതിനുള്ള ആളില്ലല്ലോ സാക്കി. ശരിയാണ്.
കാർഡൊന്ന് കാണിച്ചേ. മീശ ആ ഒരു പ്രഹസനത്തിനൊക്കെ ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മൾ നേരെ അങ്കമാലി സീമാസിലോട്ടാണ് പോണത്. ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് പേജിലേക്ക് കുറച്ച് സാമ്പിൾസ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് പറ്റിയ മെറ്റീരിയൽസ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ മെറ്റീരിയൽസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് സെയിലിനല്ലല്ലോ, അപ്പോൾ കുറച്ച് വിലക്കുറവിൽ കിട്ടുകയാണെങ്കിൽ കുറച്ച് സാമ്പിൾസ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയലിൻ്റെ കളക്ഷനേ ഇല്ല. വളരെ കുറച്ച് മെറ്റീരിയൽ അവിടെ എവിടെയും കൂട്ടിയിട്ടിട്ടുണ്ടെന്നല്ലാണ്ട് മെറ്റീരിയൽ എന്ന് പറയാൻ മാത്രം അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് മാത്രമല്ല ഡിസ്കൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 5% ആണ് മെറ്റീരിയൽസിൽ വരുന്ന ഡിസ്കൗണ്ട്. റേറ്റ് പ്രശ്നമായിരുന്നില്ല കേട്ടോ. പോയ സ്ഥിതിക്ക് നല്ല മെറ്റീരിയൽ കാണുകയാണെങ്കിൽ എടുക്കാം എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ പോയത്. ഡിസ്കൗണ്ടിൽ കിട്ടണം അങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല മെറ്റീരിയലൊക്കെ കാണാൻ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ കളക്ഷൻ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. എനിക്ക് ആവശ്യമുള്ള ടൈപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ നമ്മളൊന്നും എടുത്തില്ല കേട്ടോ. അതായി കൂട്ടിയിട്ടിരിക്കുന്ന കുറച്ച് മെറ്റീരിയലൊക്കെയാണ് ഉള്ളത്. കോട്ടൻ്റെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് കേട്ടോ. അതൊക്കെ പിന്നെ നമ്മൾ വെറുതെ കുറേ അവിടെ ഉള്ളതൊക്കെ നോക്കി ഇങ്ങനത്തെ വർക്ക് മെറ്റീരിയലൊക്കെ 1-2 കണ്ടു കേട്ടോ. അതല്ലാണ്ട് അങ്ങനെ മെറ്റീരിയൽ എന്ന് പറയാൻ മാത്രം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ പേജിനെ കുറിച്ചിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെ ചാനലിലും വീഡിയോസിലൂടെ പറഞ്ഞിട്ടില്ല. എനിക്ക് കുറച്ച് പ്ലാൻ ഉണ്ട് കേട്ടോ. കുറച്ച് നല്ല മോഡൽസൊക്കെ ചെയ്ത് ഒന്ന് പേജ് ഓണാക്കിയിട്ട് വേണം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന്. ഇപ്പോൾ നമ്മൾ പേജ് തുടങ്ങിയിട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് കാര്യമായിട്ടുള്ള അനക്കമൊന്നുമില്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ കുറച്ച് മോഡൽസൊക്കെ ചെയ്തിട്ട് എന്തായാലും ഞാൻ വീഡിയോസിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കിലും കൂടിയാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ്ങിലൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് ടോപ്പൊക്കെ നോക്കിയിട്ടോ. എന്തായാലും അവിടെ വരെ പോയതല്ലേ, എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് വിചാരിച്ചു. പക്ഷേ അതും എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഒരുപാട് അവിടെ നിന്ന് ടൈം കളഞ്ഞില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്ന വഴി സ്റ്റുഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ സ്റ്റുഡിയോ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ ഒന്ന് കയറി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്കമാലി സ്റ്റുഡിയോയിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. ഡ്രസ്സിൻ്റെയൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ഞാനങ്ങനെ സ്റ്റുഡിയോയിൽ ഒന്നാമത് ഞാൻ സ്റ്റുഡിയോയിൽ വന്നിട്ട് കുറേ നാൾ കൂടിയിട്ടാണ് സ്റ്റുഡിയോയിൽ കയറുന്നത്. നല്ല കളക്ഷൻസൊക്കെ എനിക്ക് തോന്നിയിട്ടോ. നോർമലി ഇത്ര നല്ല കളക്ഷൻസ് ഞാൻ കണ്ടിട്ടില്ല സ്റ്റുഡിയോയിൽ. ഞാൻ കുറേ നാൾ കൂടിയിട്ട് വരുന്നത് കൊണ്ടിട്ടായിരിക്കാം. നല്ല ടോപ്സ് വെസ്റ്റേൺ വെയറിലൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓടി നടന്ന് എല്ലാം ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ നിന്നൊരു ചെരുപ്പും ഒരു ടോപ്പും എടുത്തു കേട്ടോ. സ്റ്റുഡിയോയിലെ ചെരുപ്പുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതുമാത്രമല്ല ക്വാളിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇന്നേ വരെ ഒരു പ്രശ്നവും തോന്നിയിട്ടുമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ട് ഇനിയാണ് കേട്ടോ നമ്മുടെ മെയിനായിട്ടുള്ള പരിപാടി. സാക്കീനെ ഒന്ന് പുറത്തിറക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എയർപോർട്ടിൻ്റെ ഒരു സൈഡ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയത്. ഇത് സാക്കിക്ക് ഒരു പുതിയ സ്ഥലമൊന്നുമല്ല കേട്ടോ. അവൻ വന്നതിന് ശേഷം ഞങ്ങൾ ഏറ്റവും കൂടുതൽ അവനെയും കൊണ്ട് പോയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഞായറാഴ്ചകളിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന ടൈമിലൊക്കെ അവനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. ആൾക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ഇങ്ങോട്ടാണ് കൂടുതലും വരാറ്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് വന്നതും പോണതൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് കേട്ടോ. കുറച്ചും കൂടി ടൈം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. കുറേ ആൾക്കാരുണ്ടാവാറുണ്ട് കേട്ടോ. എപ്പോൾ വന്നാലും ഇവിടെ ഇത് കാണാനായിട്ട് നല്ല തിരക്കാണ് ഉണ്ടാവാറ്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് കാഴ്ചയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് പോന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അവിടെ നിന്ന് പോരാണ് കേട്ടോ. അപ്പോൾ സാക്കി ഇങ്ങനെ ഫ്ലൈറ്റ് പോണതും ട്രെയിൻ പോണതൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ തീവണ്ടി പോണത് ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ ആളതൊക്കെ കാണിച്ചു തരാണേ. പിന്നെ നമ്മൾ
ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു കഫേ ഉണ്ട് കേട്ടോ, ജിബിനാസ് കഫേ സ്ട്രീറ്റ്. ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു പുള്ളിയാണ്. അപ്പോൾ ആളുടെ കഫേയിൽ കയറിയിട്ട് ജ്യൂസോ വെള്ളം എന്തെങ്കിലും കുടിച്ചിട്ട് നമ്മുടെ പരിപാടികളൊക്കെ നിർത്താമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ. ഈ ഒരു കഫേയിലിരുന്നാലും നമുക്ക് അടിപൊളിയായിട്ട് വിമാനം വരുന്നതും പൊങ്ങുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നല്ല വ്യൂ ആണ്. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം